ഇപ്പോൾ കിട്ടിയത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഒഴിവന്ന 3 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ജോസ് കെ മാണി, പി സുനീർ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണാധികാരിയായ നിയമസഭാ സ്പെഷ്യൽ സെക്രട്ടറി ഷാജി സി ബേബിയാണ് വിജയികളെ പ്രഖ്യാപിച്ചത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, LDFന് ജയിപ്പിക്കാൻ കഴിയുന്ന 2 സീറ്റ്, UDFന് ജയിപ്പിക്കാൻ കഴിയുന്ന 1 സീറ്റ്, പ്രതീക്ഷിച്ചതുപോലെ തന്നെ 3 പേരും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നു. വിശദാംശങ്ങൾ എങ്ങനെ, അലക്സ് റാം മുഹമ്മദ്? റീജിത്ത്, തീർച്ചയായും. അതായത് സഭയിലെ അംഗബലം അനുസരിച്ച് 2 സീറ്റുകളിൽ LDF സ്ഥാനാർത്ഥികളെ LDFന് വിജയിപ്പിക്കാനാകും. 1 സീറ്റിലാണ് UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിക്കുക. LDFിൽ നിന്ന് കേരള കോൺഗ്രസിൽ നിന്ന് ജോസ് കെ മാണി രാജ്യസഭാ പ്രതിനിധിയായി മത്സരരംഗത്തുണ്ടായിരുന്നു. ഒപ്പം CPIയിൽ നിന്ന് പി സുനീറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. UDFിൽ നിന്ന് മുസ്ലിം ലീഗിൽ നിന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി 13 ആയിരുന്നു. തമിഴ്നാട് സേലം സ്വദേശി പത്മരാജൻ കൂടി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. പത്മരാജന്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ഇതിനെ തുടർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഒഴിവായി ഇന്ന് ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരുന്നു. 3 മണിയോടുകൂടി സമയപരിധി പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം 5 മണിയോടുകൂടിയാണ് ഈ സ്ഥാനാർത്ഥികളെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരിയായ നിയമസഭാ സ്പെഷ്യൽ സെക്രട്ടറി ഷാജി സി ബേബി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ജോസ് കെ മാണിയും പി സുനീറും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനും കേരളത്തിൽ നിന്നുള്ള പുതിയ രാജ്യസഭാ MP-മാരായി മാറിയിരിക്കുന്നു. ശരി, അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജോസ് കെ മാണി, പി സുനീർ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എന്നിവർ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ നെടുമങ്ങാട് സ്വദേശിയായ സുഹൃത്തിനെതിരെ പോക്സോ കേസ് എടുക്കും. മൊഴി നൽകുന്നതിനായി പെൺകുട്ടിയുടെ സുഹൃത്തിനെ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ കേസിൽ ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്ന പോലീസ് നീക്കങ്ങൾ എങ്ങനെ? ഷഫീദ്, റീജിത്ത, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും കോട്ടൺ ഹിൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയുമായ ആദിത്യയുടെ ആത്മഹത്യയിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. ഈ നെടുമങ്ങാട് സ്വദേശിയായ സുഹൃത്തിനെ ഇന്ന് രാവിലെയാണ് പൂജപ്പുര സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കൽ ആരംഭിച്ചത്. ഈ പെൺകുട്ടിക്ക് നെടുമങ്ങാട് സ്വദേശിയുമായി അടുപ്പമുണ്ടായിരുന്നു. ഈ അടുപ്പം കുറച്ചു നാളുകൾക്ക് മുൻപ് അവസാനിപ്പിച്ചതോടെ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായെന്നായിരുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആരോപണം. ഇതിന് പിന്നാലെ ഈ മൊഴിയെടുക്കലിന് ശേഷമാണിപ്പോൾ നെടുമങ്ങാട് സ്വദേശിയായ സുഹൃത്തിനെതിരെ പോക്സോ കേസ് എടുക്കാൻ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. മാത്രവുമല്ല, ഈ പെൺകുട്ടി ചില അക്രമങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ടു എന്നുള്ളതിന് പോലീസിന് വലിയ സംശയമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നെടുമങ്ങാട് സ്വദേശിയായ സുഹൃത്തിനെതിരെ പോക്സോ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക സൈബർ സംഘത്തെ അടക്കം രൂപീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. റീജിത്ത്, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലെ ഡ്രൈവറെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടാരക്കര തൃക്കണമംഗലിൽ സ്വദേശി രാജേഷ് ബാബു ആണ് മരിച്ചത്. AV ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന്. ജയശങ്കർ, വിശദാംശങ്ങൾ എന്താണ്? പോലീസ് പറയുന്നത് എന്താണ്? ജയശങ്കർ, അതിന്റെ 2 ജീവനക്കാർക്ക്, 2 തൊഴിലാളികൾക്കാണ് പുനലൂരിൽ ഇടിമിന്നലേറ്റത്. സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു ഇടിമിന്നൽ. 11 കൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്ത് ഉൾപ്പെടെ വലിയ തോതിൽ. ജയശങ്കർ, ഞാൻ ചോദിച്ചത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലെ ഡ്രൈവറെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നല്ലോ. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ജയശങ്കർ? അതായത് കൊട്ടാരക്കര സ്വദേശിയായ രാജേഷ് ബാബുവിനെയാണ് ഇന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹം രാവിലെ തന്നെ ജോലിക്ക് പോയിരുന്നു. അതിനുശേഷം അതിവേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. പിന്നാലെയാണ് ഇദ്ദേഹം റൂമിൽ തൂങ്ങി മരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഉൾപ്പെടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു എന്നാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പോലീസ് ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യ എന്ന ചില ആരോപണമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തി വരികയാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം നിലവിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊട്ടാരക്കര പോലീസ് അന്വേഷിച്ചു വരികയാണ്. രജിത്ത്, ശരി, AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. വില്ലേജ് ഓഫീസർ ഫയൽ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതായി പരാതി. തൃശൂർ കടങ്ങോട് വില്ലേജ് ഓഫീസർക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വില്ലേജ് ഓഫീസിലെത്തുന്ന സാധാരണക്കാരോട് മോശമായ രീതിയിൽ പെരുമാറുന്നുവെന്ന് കാണിച്ച് ഹേമ ശശികുമാറാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി, അവർക്ക് സേവനം നൽകുന്നതിന് വേണ്ടി നിയോഗിച്ച ഒരാൾ, ജനങ്ങളുടെ സേവനം നടത്തേണ്ട ഒരാൾ, അയാളിങ്ങനെ ഫയൽ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ള പരാതി ഗുരുതരമായ പരാതി തന്നെയാണ്.
എന്താണ് ഈ പരാതിക്കാരി പറയുന്നത്? എന്തെങ്കിലും തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ? സൂരജ് സജി. തൃശൂർ കടങ്ങോട് ഗ്രൂപ്പ് വില്ലേജിലാണ് ഇത്തരത്തിൽ ഈ വില്ലേജ് ഓഫീസർക്ക് പരാതി ഉയർന്നിരിക്കുന്നത്. ഈ SSLC ക്ഷമിക്കണം ഈ EWS സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി എത്തിയ യുവതിക്ക് നേരെയാണ് ഈ ഫയൽ വലിച്ചെറിഞ്ഞതെന്നുള്ളതാണ് പറയുന്നത്. യുവതിയുടെ മുഖത്തിന് നേരെ ഫയൽ വലിച്ചെറിയുകയും പിന്നീട് ശരീരത്തിൽ തട്ടി ഈ ഫയൽ താഴെ വീഴുകയും ചെയ്യുകയായിരുന്നു. ഈ ഫയലിനൊപ്പം തന്നെ SSLC സർട്ടിഫിക്കറ്റ്, ഭർത്താവിന്റെ SSLC സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ലെന്ന് കാണിച്ചായിരുന്നു ഈ ഫയൽ വലിച്ചെറിഞ്ഞത്. ആ സമയത്ത് തന്നെ യുവതി 10 മിനിറ്റിനകം ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം എന്ന് പറഞ്ഞെങ്കിലും വലിയ രീതിയിൽ വില്ലേജ് ഓഫീസർ ആക്രോശിക്കുകയും ചെയ്തു. ഇത് യുവതി പരാതി നൽകാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നേരത്തെയും ഇവിടെ ഈ പല ആവശ്യങ്ങൾക്ക് എത്തുന്നവർക്ക് നേരെ ഈ ആക്രോശിക്കുകയും ദേഷ്യപ്പെടുകയും ഈ പരാതികൾ വലിച്ചെറിയുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് യുവതി പറയുന്നത്. അതേ തുടർന്നാണ് തനിക്കുണ്ടായ അനുഭവം മാത്രം കണക്കിലെടുത്തല്ല മറ്റുള്ളവർക്ക് നേരെയും നിരന്തരം ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് എന്നുള്ളതാണ് യുവതി ഇത് സംബന്ധിച്ച് പറയുന്നത്. എന്തായാലും ഈ പരാതിയിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് യുവതിക്ക് മറുപടിയും ലഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ എന്തായാലും നേരത്തെയും ഈ വില്ലേജ് ഓഫീസർക്കെതിരെ സമാനമായ പരാതികൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മേഖലയിൽ നിന്ന് ഉയരുന്നത്. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. സംസ്ഥാന സർക്കാരിനെതിരെ CPI എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് വിമർശനം. സർക്കാർ തെറ്റിതിരുത്തണം. ഭക്ഷ്യസുരക്ഷാ മന്ത്രി GR അനിലിനെ കൊണ്ട് നാടിന് ഗുണമില്ല. ധനമന്ത്രി അടക്കം എല്ലാവരും പ്രയോജനമില്ലാത്തവരെന്നും എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, പലയിടങ്ങളിലും സർക്കാരിനെതിരെ മന്ത്രിമാർക്കെതിരെയൊക്കെ വിമർശനമുയരുന്നു. അതുപോലെ സമാനമായ രീതിയിൽ എറണാകുളത്തും CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ വിമർശനമുയരുന്നുണ്ട്. എന്താണ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്? സർക്കാർ തിരുത്തണം എന്നതുൾപ്പെടെ. വിഷ്ണു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യം CPI നേതാക്കൾ ഉന്നയിച്ചത്. അതിന് സമാനമാണ് നിലവിൽ എറണാകുളത്തെ CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉയർന്ന വിമർശനങ്ങൾ. സർക്കാർ തിരുത്താൻ തയ്യാറാകണം എന്നുള്ളതാണ് അതിന്റെ ആകത്തുക. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തെ മന്ത്രിമാർ ആരും പേരെടുത്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല. അതിൽ CPI മന്ത്രിക്ക് തന്നെ വിമർശനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മന്ത്രി GR അനിലിനെ കൊണ്ട് ഒരു പ്രയോജനവും നാടിനില്ല എന്ന അതിരൂക്ഷ വിമർശനം CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉയർന്നിട്ടുണ്ട്. സർക്കാർ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഈ തിരിച്ചടികൾ തുടർക്കഥയാകുമെന്നും വ്യക്തമാക്കുന്നു. മന്ത്രി KN ബാലഗോപാലിനെതിരെയും രൂക്ഷ വിമർശനം. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. മന്ത്രി വെറുതെ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഉന്നയിച്ച വിമർശനം. എന്തായാലും ഈ CPIയുടെ വിമർശനങ്ങൾ സർക്കാരിനെതിരെയും CPM-നെതിരെയും ഒരുപക്ഷെ സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാർക്കെതിരെയും തുടരുകയാണ്. വരും ജില്ലാ കമ്മിറ്റികളിൽ സമാനമായ സാഹചര്യം ഉണ്ടാകാനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. പൊറോട്ട പ്രേമികൾക്ക് നിരാശ. പൊറോട്ടയുടെ നികുതി കുറച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. പാക്കറ്റ് പൊറോട്ടയുടെ നികുതി കുറച്ചതാണ് സ്റ്റേ ചെയ്തത്. സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ വിഷയത്തെ ഡിവിഷൻ ബെഞ്ച് കണ്ടത് എങ്ങനെയാണ്? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതായത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് ഈ നികുതി കുറച്ച പാക്കറ്റ് പൊറോട്ടയ്ക്ക് നികുതി കുറച്ചുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനത്തെ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അത് ഒരളവ് വരെ ഈ ആളുകൾക്ക്, ഈ സാധാരണ ആളുകൾക്ക്, പൊറോട്ട പ്രേമികൾക്ക് ഉണ്ടായിരുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ. അത് ഇല്ലാതാക്കുന്നതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള നടപടി. പൊറോട്ട പ്രേമികളെ സംബന്ധിച്ച് കടുത്ത നിരാശ പകരുന്ന സാധനം തന്നെ ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കാരണം ഈ നികുതി കുറയ്ക്കുന്നതിലൂടെ പാക്കറ്റ് പൊറോട്ടയ്ക്ക് വലിയൊരളവ് വില കുറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും നികുതി കൂട്ടുമ്പോൾ അതിന് തത്തുല്യമായ തുക ഇനി പാക്കറ്റ് പൊറോട്ടയ്ക്ക് നൽകേണ്ടി വരും. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്കുള്ള അഭിമുഖത്തിന് ഹാജരായി ഗൗതം ഗംഭീർ. അഭിമുഖത്തിന്റെ 2ാം ഘട്ടം നാളെ നടക്കും. ഡൽഹിയിൽ നിന്ന് സൂം വഴിയാണ് ഗംഭീർ അഭിമുഖത്തിൽ പങ്കെടുത്തത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, പരിശീലക സ്ഥാനത്തേക്ക് ഗംഭീർ തന്നെ എത്തും എന്ന് ഉറപ്പിക്കാമെന്ന് തോന്നുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോഴുള്ള നടപടികൾ സാങ്കേതിക നടപടി എന്നുള്ള നിലയിലാണോ കാണേണ്ടത്? തീർച്ചയായിട്ടും സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ വന്ന നിയമാവലിയൊക്കെ അനുസരിച്ച് അപേക്ഷ ക്ഷണിക്കണം, അഭിമുഖം നടത്തണമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ മുഖ്യ പരിശീലകനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വേണം. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ BCCI ഉള്ളത്. BCCIക്ക് മുന്നിൽ ഗൗതം ഗംഭീർ എന്ന ഒറ്റ പേര് മാത്രമാണുള്ളത്. ഗൗതം ഗംഭീർ പോലും താൻ അപേക്ഷിക്കണമെങ്കിൽ തനിക്ക് ഉറപ്പ് കിട്ടണം, തന്നെ കോച്ചാക്കും എന്നുള്ള ഉറപ്പ് കിട്ടിയാൽ മാത്രമാണ് അപേക്ഷിക്കുള്ളൂ എന്നുള്ള ഒരു നിബന്ധന ജയ്ഷാക്കും BCCIക്ക് മുന്നിൽ വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചത് പോലും. അങ്ങനെ ഇന്ന് രാവിലെ 12 മണിയോടുകൂടിയാണ് അദ്ദേഹം അഭിമുഖത്തിന് ഹാജരായത്. ഡൽഹിയിൽ നിന്ന് സൂം വഴിയാണ് ഹാജരായത്. നാളെ ഈ അഭിമുഖത്തിൻ്റെ
രണ്ടാം ഘട്ടം നടക്കും. അതിനുശേഷം ഏത് നിമിഷവും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി ഗൗതം ഗംഭീറിനെ, മുൻ താരമായ ഗൗതം ഗംഭീറിനെ പ്രഖ്യാപിച്ചുള്ള ആ ഒരു പ്രഖ്യാപനം, ഔദ്യോഗിക പ്രഖ്യാപനം എത്തും. രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായിട്ടാണ് ഗംഭീർ എത്തുക. സമീപകാലത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മെൻഡറായിട്ടുള്ള ഗൗതം ഗംഭീർ ടീമിനെ IPL കിരീടമൊക്കെ നേടിക്കൊടുത്തു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് കോച്ചിന്റെ ഈ സ്ഥാനത്തേക്ക് ഒരു വെയിറ്റേജ് കിട്ടുകയൊക്കെ ഉണ്ടായത്. എന്തായാലും ഗൗതം ഗംഭീറിന്റെ ഒരു യുഗത്തിന് ഇന്ത്യൻ ക്രിക്കറ്റിൽ തുടക്കമാവുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശരി, അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ബീഹാറിലെ അരാരിയയിൽ ഉദ്ഘാടനത്തിന് മുമ്പ് പാലം തകർന്നു വീണു. ബക്ര നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നു വീണത്. 7 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലമാണ് തകർന്നത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇങ്ങനെ പാലം തകരാനുള്ള കാരണമെന്ത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? ആളുകൾക്കൊന്നും പരിക്ക് പറ്റുന്ന നിലയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ബൽറാം? റിജിത്ത്, ഉദ്ഘാടനത്തിന് മുമ്പാണ് ഈ പാലം തകർന്നു വീണിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആളുകൾ ആരും ഈ പാലത്തിൽ ഈ തകർന്നു വീഴുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ബീഹാറിലെ അരാരിയ ജില്ലയിലെ സിക്ലി ബ്ലോക്കിലുള്ള പാലമാണ് ഇത്. ഖഗാരിയയിൽ നിന്നും അഗുവാനി, സുൽത്താൻഗഞ്ച് എന്നീ 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്ന് വീണിരിക്കുന്നത്. ഈ ഉദ്ഘാടനം ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല പാലത്തിന്റെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 കോടിയിലേറെ രൂപ ചിലവഴിച്ചാണ് ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഉദ്ഘാടനം നടത്താനായിരുന്നു ആലോചന ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഈ പാലത്തിന്റെ ഒരു ഭാഗം, ഒരു സ്ലാബ് പൂർണ്ണമായും തകർന്ന് വെള്ളത്തിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ പാലം തകരാൻ എന്ന തരത്തിലുള്ള ശക്തമായ ഒഴുക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. നദിയിൽ സാമാന്യം വെള്ളമുണ്ടായിരുന്നു. എന്നാൽ നദിയിലുള്ള പാലത്തിന്റെ കാലുകളിൽ ഒന്നിൽ ഇളക്കം സംഭവിക്കുകയും അതിൽ നിന്നും കരയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഇടിഞ്ഞ് തകർന്ന് താഴെ വെള്ളത്തിലേക്ക് വീഴുകയുമാണ് ഉണ്ടായിരുന്നത്. നിരവധി ആളുകൾ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഈ അപകടം. എന്തായാലും ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. നിർമ്മാണത്തിലെ പാളിച്ചകൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിന് അല്ലെങ്കിൽ പാലം തകർന്നു വീഴാൻ ഇടയാക്കിയത് എന്ന് തന്നെയാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി യാതൊരു പ്രതികരണവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ബീഹാറിൽ സമാനമായ തരത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും ഒരു പാലം ഉദ്ഘാടനത്തിന് മുമ്പായി തന്നെ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ ആയുധമാക്കാൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകം തന്നെ ഈ വിഷയത്തിൽ അഴിമതി നടന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തി കഴിഞ്ഞു. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്കിൽ അശ്ലീല കമന്റിട്ട അധ്യാപകൻ M സജീവിനെ 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സ്കൂൾ മാനേജ്മെന്റിന്റേതാണ് തീരുമാനം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് പരാതി നൽകിയിരുന്നു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. രാഹുൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ടി കെ റിജിത്ത്, ഈ മാസം 14-ാം തീയതിയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അധ്യാപകൻ അശ്ലീല കമന്റ് ഇട്ടത്. അതായത് കോഴിക്കോട് കാവുന്തറ AUP സ്കൂളിലെ അധ്യാപകനായ M സജു ആണ് അശ്ലീല കമന്റ് ഇട്ടത്. പിന്നാലെ CPIM-ഉം ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഇതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ് ഈ സ്കൂളിലെ മാനേജ്മെന്റിന് ഈ അധ്യാപകനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയത്. അതിന് പിന്നാലെ ഇന്ന് സ്കൂളിലേക്ക് വനിതകളെ അണിനിരത്തിക്കൊണ്ട് മാർച്ചും സംഘടിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് അധ്യാപകനെ 15 ദിവസത്തേക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു എന്ന് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് AEOയ്ക്കും റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. നരേന്ദ്രമോദി ശക്തനാണെന്ന G സുധാകരന്റെ പരാമർശത്തിൽ വിമർശനവുമായി H സലാം MLA. G സുധാകരന്റേത് പാർട്ടി അംഗത്തിന് നിരക്കാത്ത പ്രതികരണം. ആലപ്പുഴയിൽ തിരിച്ചടി ഉണ്ടാകുന്നത് ഇതാദ്യമല്ല. KR ഗൗരിയമ്മ പാർട്ടി വിട്ടതിന്റെ കാരണം ആരാണ് എന്ന് ആലപ്പുഴയിലെ ജനങ്ങൾക്കറിയാമെന്നും H സലാം പറഞ്ഞു. കഴിഞ്ഞൊരു കുറച്ച് സന്ദർഭമായി അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പരസ്യമായി ഒരു പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളയാൾ പരസ്യമായി പറയാൻ പാടില്ലാത്ത കാര്യം പോലും പറയുന്ന സന്ദർഭം വരുന്നു.
അത് എന്നെപ്പോലെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ഉപദേശിച്ചു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യേണ്ട ആളൊന്നുമില്ല. അത്രയും ധാരയുള്ള ആളാണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വലിയ ആഘാതം ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ബഹുമാന്യായ ഗൗരിയമ്മ പാർട്ടി വിട്ടുപോയ സമയം, തലക്കടിക്കുന്ന പോലെയുള്ള ആഘാതം ഉണ്ടായൊരു സന്ദർഭമാണ്. അതിനെ അതിജീവിച്ച പാർട്ടിയാണ് ആലപ്പുഴ പാർട്ടി. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, കഴിഞ്ഞ ദിവസം ജി സുധാകരൻ നടത്തിയ പ്രതികരണം, വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണം, അതിലിപ്പോൾ എച്ച് സലാം തുറന്നടിക്കുന്നു, രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? പാർട്ടി ഇതിനെ കാണുന്നത് എങ്ങനെയാണ്? പുതിയ സംഭവവികാസങ്ങളെ മനീഷ് മഹിപാൽ. കെ റീജിത്ത്, ജി സുധാകരൻ 24-ന് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ചില പരാമർശങ്ങളാണ് CPM-ന്റെ മുതിർന്ന ചില നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുള്ളത്. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അമ്പലപ്പുഴ MLA-യും കൂടിയായിട്ടുള്ള എച്ച് സലാമാണ് ഇപ്പോൾ ഈ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ജി സുധാകരന്റെ ആക്ഷേപം, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ പാർട്ടി കോട്ടകളിൽ വോട്ട് ചോർച്ചയുണ്ടായി, വോട്ട് എല്ലാം വിഘടിച്ചു പോയി. തന്റെ ബൂത്തിൽ പോലും, പുന്നപ്പറയിൽ തന്റെ ബൂത്തിൽ പോലും ഇടത് സ്ഥാനാർത്ഥി മൂന്നാമതെത്തി. പക്ഷെ ഇതിന് തക്ക മറുപടി എച്ച് ഇസ്ലാം നൽകുന്നത് ആലപ്പുഴയിൽ ഇതിനു മുൻപും ആലപ്പുഴയിൽ തിരിച്ചടി ഏറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ കായംകുളം, അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലങ്ങൾ അദ്ദേഹത്തെ ലോക്സഭാ പ്രചരണത്തിന്റെ ഭാഗമായി ക്ഷണിച്ചിരുന്നില്ല എന്ന ആക്ഷേപം സുധാകരൻ ഉന്നയിച്ചിരുന്നു. ഇവിടെയൊക്കെ തന്നെ അദ്ദേഹത്തെ അവഗണിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഗൗരിയമ്മ, കമ്മ്യൂണിസ്റ്റ് നേതാവായ ഗൗരിയമ്മ CPIM വിടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ആലപ്പുഴയിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. ഇതിന്റെ അടിസ്ഥാന മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കം JDS നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. നേതാക്കളുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ നടക്കുകയാണ്. അതിൽ പാർട്ടിയിലേക്ക് ലയിക്കാനും ഞങ്ങൾക്ക് വൈമുഖ്യമില്ല. പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ള തീരുമാനമില്ല. കാരണം ദേശീയ തലത്തിൽ മഹാത്മാഗാന്ധിയുടെയും ജയപ്രകാശ് നാരായണന്റെയും ഡോക്ടർ ലോഹ്യയുടെയും ഉന്നതമായ ദർശനങ്ങൾ, ജനാധിപത്യ സോഷ്യൽ ദർശനങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു പാർട്ടിയെ ഞങ്ങൾ വിലയിരുത്തുന്നില്ല. കാരണം കോൺഗ്രസുമായുള്ള ചില പാർട്ടികളുടെ ബന്ധമുണ്ട്. കാര്യങ്ങളൊക്കെ ഒരു ഘട്ടത്തിന് ശേഷം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് സമ്പൂർണമായ ഒരു വിടുതൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി അന്തസ്സോടെ ഞങ്ങൾ BJP വിരുദ്ധ ചേരിയിലാണ്, കോൺഗ്രസ് ഇതര ചേരിയിലാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് എന്ന് അഭിമാനത്തോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ആവശ്യമായ നിയമപരമായ പരിശോധന ഉടനെ തന്നെ നടത്തി നടപടിയിലേക്ക് നീങ്ങും. ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീടുള്ള ആലോചനകളെ വരുള്ളൂ. ഈ ഘട്ടത്തിൽ അത് വരുന്നില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ജനപ്രതിനിധികളാണ് ഞാനും ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി ചേട്ടനും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഒരു ചില വ്യക്തികളെ ഞങ്ങൾ ചുമതലപ്പെടുത്തുന്നതായിരിക്കും. ഒരു പുതിയ പാർട്ടി, ഇപ്പോൾ ഈ പാർട്ടിയുടെ ഏതെങ്കിലും മുതിർന്ന ആളുകൾ രാജിവെച്ചതിന് ശേഷം അവരായിരിക്കും പുതിയ പാർട്ടി എന്താണ് അത്തരം വിശദാംശങ്ങൾ അതിന്റെ സാങ്കേതികമായ വശങ്ങൾ കൂടി പരിശോധിച്ച് മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. ഏതായാലും സാങ്കേതികമായി ഒരേ പേര് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് JDS നേതാക്കൾ വ്യക്തമാക്കുന്നത്. JDS എന്ന പേര്, ജനതാദൾ എന്ന പേര് ഉപേക്ഷിച്ചിരിക്കുന്നു. പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അതിലേക്ക് നിലവിലുള്ള കേരള ഘടകം ലയിക്കും എന്നാണ് മാത്യു ടി തോമസ് വ്യക്തമാക്കുന്നത്. നേരത്തെ ദേശീയതലത്തിൽ BJPക്കൊപ്പവും കേരളത്തിൽ LDF സർക്കാരിൻ്റെ ഭാഗമാകുന്നതും ചൂണ്ടിക്കാട്ടി LDFൽ നിന്നടക്കം, മുന്നണിയിൽ നിന്നടക്കം കടുത്ത വിമർശനം ഉയർന്നു വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനൊരുങ്ങുന്നു JDS നേതാക്കൾ.